നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അത് ഈ വിഷയത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും ഞങ്ങൾ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതിനർത്ഥം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ ആശയങ്ങളും നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സർക്കാരല്ല പിണറായി വിജയൻ്റെ സർക്കാർ. പിണറായി വിജയൻ ഈ കേരളത്തിൽ മതവിശ്വാസികളും ഭക്തരും വിശ്വാസമില്ലാത്തവരും ഇങ്ങനെയെല്ലാമായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ക്ഷേമവും താല്പര്യവും മുൻനിർത്തിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യം ഉയർത്തിപ്പിടിച്ച് കോൺഗ്രസ് നിലപാടെടുക്കുന്നു. തിരഞ്ഞെടുപ്പിൽ വോട്ട് ലക്ഷ്യം വെച്ച് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിനകത്ത് തങ്ങൾക്ക് കിട്ടാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ നിലപാട് പലപ്പോഴും വരുന്നത്. ആ നിലപാട് പൊതുവിൽ നമ്മുടെ സമൂഹത്തിനെതിരാണ്, വിശ്വാസികൾക്കെതിരാണ്, ഇവിടെയുള്ള സമുദായങ്ങൾക്കെതിരാണ്, അല്ലെങ്കിൽ സാമൂഹികമായി എല്ലാ വിഭാഗത്തിനും എതിരാകുന്നു എന്നുള്ളതാണ് ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ടത്. നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന, ഇപ്പോൾ കഴിഞ്ഞ ദിവസവും ഈ EMS സെമിനാർ നടത്തുകയുണ്ടായല്ലോ, മലപ്പുറത്തടക്കം വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്നും ഉണ്ടല്ലോ. നിതിൻ, അവിടെ ഏറ്റവും ശക്തമായി ഉന്നയിക്കപ്പെട്ടത് എങ്ങനെ മാതൃകാപരമായൊരു ഭരണമായിരുന്നു 57-ലേതെന്നാണ് അല്ലേ? അത് അട്ടിമറിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തികളിൽ ഒന്ന് തന്നെയായിരുന്നു NSS. അങ്ങേക്കറിയുന്നതുമാണത്. അപ്പോൾ അതുവരെയുള്ള ഒരു ദ്വേഷബന്ധം, ഒരിക്കലും രാഗദ്വേഷം പോലുമല്ല, ദ്വേഷബന്ധമാണ് ഉണ്ടായിരുന്നത്. ആ ഘട്ടം മുഴുവൻ ചരിത്രത്തിൻ്റെ വിസ്മൃതിയിലേക്ക് പോകുന്നു. ഒരു പുതിയ ദശാസന്ധിയിലേക്ക് കടക്കുകയാണ് NSSൻ്റെ ഈ നിലപാട്. അത് ചരിത്രപരമാണ് എന്ന് CPM കരുതുന്നുണ്ടോ? നോക്കൂ, നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ എടുത്തിട്ടുള്ള പലപ്പോഴും എടുക്കുന്ന തീരുമാനങ്ങളിൽ എല്ലാവർക്കും യോജിപ്പുണ്ടായിക്കൊള്ളണമെന്നില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ആ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ശക്തമായി പറഞ്ഞിട്ടുള്ളവരാണ്. NSSും പറഞ്ഞിട്ടുണ്ട്, SNDPയും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എല്ലാ സംഘടനകളും, ഞാൻ ഓരോന്ന് പേരെടുത്ത് പറഞ്ഞു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഈ വിമർശനങ്ങളെയും, സർക്കാർ എടുക്കുന്ന ഒരു തീരുമാനത്തെ വിമർശിക്കാൻ എല്ലാവർക്കും അധികാരമുണ്ട്. വിഷയങ്ങളെയല്ലേ നമ്മൾ നിലപാടുകൾ, അല്ലെങ്കിൽ ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ NSS ആയാലും SNDP ആയാലും കോൺഗ്രസ് ആയാലും CPM ആയാലും ഒക്കെ എടുക്കേണ്ട നിലപാടുകൾ ഒരു വിഷയത്തെ വെച്ചുകൊണ്ടാകണം. നമ്മുടെ പൊതുവിൽ നമ്മുടെ സമൂഹത്തിനും നാടിനും ഗുണകരമായ നിലപാടുകൾ ഒരു സർക്കാർ എടുക്കുമ്പോൾ ആ നിലപാടുകളെ രാഷ്ട്രീയം കലർത്തുന്നത് കോൺഗ്രസ്സാണ്, BJP ആണ്. അതാണ് NSSൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ കേരളത്തിൽ പറഞ്ഞിട്ടുള്ളതും പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടുള്ള കാര്യം അതാണ്. അതിന് ശരിവെച്ചുകൊണ്ടാണ് SNDPയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നിലപാടെടുത്തിട്ടുള്ളത്. KPMSൻ്റെ നേതാവായിട്ടുള്ള ശ്രീ പുന്നല ശ്രീകുമാർ അതിന് വെച്ചുകൊണ്ടാണ് നിലപാടെടുത്തിട്ടുള്ളത്. എല്ലാവരും ഈ ഏതെങ്കിലും ഒരു സമുദായ സംഘടനയുടെ നേതാക്കൾ എന്നുള്ള നിലയിൽ മാത്രമല്ല, പൊതുവിൽ എല്ലാവരും NSSുമായി ചിലപ്പോൾ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന സർക്കാരുകളുടെ തീരുമാനങ്ങളിൽ അവർക്കെതിരെ അഭിപ്രായം ഉണ്ടായിട്ടുണ്ടാകാം, ആ എതിർപ്പ് അവർ പ്രകടിപ്പിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഇപ്പോൾ പൊതുവിൽ നമ്മൾ സമൂഹത്തിന്, അല്ലെങ്കിൽ കേരള സമൂഹത്തിനകത്ത് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ ഏതാണ്ട് 9.5 വർഷക്കാലമായി, ഒന്നാം പിണറായി സർക്കാരും അതിൻ്റെ തുടർച്ചയിലുണ്ടായ രണ്ടാം പിണറായി സർക്കാരും ശരിയായ പാതയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നും ആ ശരിയായ പാത 2026 തെരഞ്ഞെടുപ്പിൽ ഒരു തുടർ ഭരണത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ എത്തിക്കുമെന്ന കാര്യത്തിലും കേരളത്തിൻ്റെ പൊതുസമൂഹം പൊതുവിൽ വിശ്വസിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ആ നിലയിൽ പ്രതീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനൊപ്പം NSS ഉണ്ട്, SNDP ഉണ്ട്. ഈ കേരളത്തിലെ പുരോഗമനപരമായി ചിന്തിക്കുകയും കേരളത്തിൻ്റെ പൊതുവായ വികസനവും നാടിൻ്റെ ക്ഷേമവും മുൻനിർത്തി ചിന്തിക്കുന്ന എല്ലാ ആളുകളും അതിനൊപ്പമാണ്. അതിന് വിരുദ്ധമായ നിലപാടെടുക്കുന്നത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നേതൃത്വമാണ്, പ്രതിപക്ഷം മാത്രമാണ്, BJP ആണ്. അവരുടെ സങ്കുചിത കക്ഷി രാഷ്ട്രീയമാണ് അതിൻ്റെ അടിത്തറയായി നിൽക്കുന്നത്.